ആ സൂപ്പർവൈസർ വന്നല്ലോ. ഏതായാലും നിങ്ങളെപ്പോലത്തെ 3 ആൺമക്കളെ കിട്ടിയത് എന്റെ ഭാഗ്യം. അപ്പൊ 2 പെൺമക്കളുള്ളത് ഭാഗ്യത്തിൽ പെടൂലേ? പെൺമക്കളെ കെട്ടിച്ച് വിട്ടാ പിന്നെ നമുക്ക് കിട്ടില്ലല്ലോ. ഇവനും അമ്മ ഈ പറഞ്ഞ ഭാഗ്യത്തിൽ പെടുവോ? ഒന്ന് പോടാവിടുന്നു. ഇവനിപ്പോ എന്താ കുഴപ്പം? ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്ക്. ഒന്നുമില്ലെങ്കിൽ അവൻ എന്റെ ചെറിയ കുട്ടിയല്ലേടാ. ആ പിന്നെ ഉറങ്ങാൻ പോണേന് മുൻപ് അച്ഛന് നിങ്ങളോട് എന്തോ പറയാനുണ്ടെന്ന്. അല്ല മക്കളെ, എന്താ ഇപ്പൊ ഈ ജീവിതത്തിന്റെ അർത്ഥം? എനിക്കും ഇവൾക്കും ഓരോ ദിവസം കഴിയും തോറും വല്ലാതെ മനപ്രയാസം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ജീവിതം കാണുമ്പോ. എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തണ്ടേ നമ്മള്? എന്ത് തീരുമാനാച്ചാ? പെണ്ണുങ്ങൾ ചെയ്യേണ്ട വീട്ടുജോലികൾ ഇനി മുതൽ ആണുങ്ങളായ നിങ്ങൾ ചെയ്യാൻ ഇടവരാത്ത ഒരു തീരുമാനം. ഇപ്പൊ ഇവിടെ എന്താ ഒരു കുറവുള്ളത്? അമ്മയുടെ അസുഖത്തിന് ഇത്ര മാറ്റമുണ്ട്, അച്ഛനും സുഖം, മൊത്തത്തിൽ എല്ലാരും ഇപ്പൊ ഹാപ്പി അല്ലേ? അതെ, വീട്ടുജോലികൾ ഞങ്ങൾ ഏറ്റെടുത്തതിന് ശേഷം എല്ലാവരും ഹാപ്പിയാ. പിന്നെ എന്തിന്റെ കുറവാ അവിടെ ഉള്ളത്? ഒരു പെണ്ണിന്റെ കുറവുണ്ട്. ഒന്നല്ല, 3 പെണ്ണുങ്ങളുടെ കുറവുണ്ട്. യെസ് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, പക്ഷെ ആരും അത് മൈൻഡ് ചെയ്യാറില്ല. ഓ, ഞങ്ങളുടെ കല്യാണത്തിന്റെ കാര്യാണോ? അതെ, അത് തന്നെ. വല്യേട്ടനാണ് ഞങ്ങൾക്ക് 2 പേർക്കും വലിയ വിലങ്ങുതടി. ഒന്ന് സമ്മതിക്ക് വല്യേട്ടാ. ഞാൻ കല്യാണം കഴിക്കണോ? വേണം. മനു എന്തു പറയുന്നു? വേണം, ഏട്ടൻ കല്യാണം കഴിക്കണം. സമ്മതം. പക്ഷെ ഒരു കണ്ടീഷൻ. നീയും നിന്റെ ഭാര്യ സുമയും 1 വർഷമെങ്കിലും മാതൃകാ ദമ്പതികളായി സന്തോഷത്തോടെ ഈ വീട്ടിൽ ജീവിച്ച് തെളിയിച്ചതിന് ശേഷം മാത്രമേ ഇനി ഈ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടാവും. അതുവരെ ആരും കല്യാണത്തെക്കുറിച്ച് ഒരക്ഷരം ഈ വീട്ടിൽ മിണ്ടിപ്പോരുത്.